ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഗൈസ്, ഞാനും അമ്മയും അമ്മൂമ്മയും, അതായത് കുടുംബത്തോടെ നമ്മൾ ഹോസ്പിറ്റലിൽ പോവുകയാണ്. എന്നെ കാലിൻ്റെ പ്ലാസ്റ്റർ ഇളക്കണം, പിന്നെ അമ്മയ്ക്ക് കൈ വയ്യ, അമ്മൂമ്മയ്ക്ക് കൈയും കാലും വയ്യ. അപ്പം ഇതൊക്കെ എല്ലാം കൂടെ കൊണ്ട് ഓർത്തോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടെ ട്രിവാൻഡ്രം ജനറൽ ഹോസ്പിറ്റലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ബസ്സിലാണ് പോകണം. അപ്പം ഈ നടക്കണം ഗൈസ്, ഇവിടെ നടന്ന് ബസ് സ്റ്റോപ്പിൽ പോകണം. അപ്പം അങ്ങനെയൊക്കെയാണ്. 16ാമത്തെ ടേക്കാണ് ഞാൻ എടുക്കണം. ഈ സ്കൂബി സമ്മതിക്കൂല, ചുമ്മാണെന്ന് വരയ്ക്കുന്നു. ഇപ്പം ഗൈസ് നമുക്ക് എന്തായാലും ബസ് സ്റ്റാൻഡിൽ പോയിട്ട് കാണാം. അപ്പോൾ ഗൈസ് ഞാൻ എന്താ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹോസ്പിറ്റലിൽ കാണിക്കാനുള്ള മുന്നേ പോയപ്പോഴത്തേക്കും എക്സ്റേയും ഇങ്ങനെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം പകുതി എത്തിയപ്പോഴത്തേക്ക്, പകുതിയല്ല, വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ചായപ്പോഴത്തേക്ക് ഇതൊക്കെ ഞാൻ എടുക്കാൻ മറന്നുപോയി. പിന്നെ അമ്മ നടന്നു, പിന്നെ ഞാൻ പോയി എടുത്തോണ്ട് വന്നു ഗൈസ്. ഇനി നേരെ ബസ് സ്റ്റോപ്പിൽ നേരെ അവിടെ ജനറൽ ഹോസ്പിറ്റലിൽ പോകണം ഗൈസ്. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. എല്ലാ വീഡിയോയിലും ലാസ്റ്റും അവിടെ എത്തിയിട്ട് കാണാമെന്ന് പറയുന്നുണ്ട് ഗൈസ്, എല്ലാ വീഡിയോയിലും പറയണം. അപ്പം എന്തായാലും നമുക്ക് ബസ്സിൽ കയറാം ഗൈസ്. ബസ്സിൽ കയറിയിട്ട് ഗൈസ് നമ്മളിപ്പം ഓട്ടോയിൽ പോകാൻ അമ്മയുണ്ട്, അമ്മയുണ്ട്. തമ്പാനൂരിൽ നിന്ന് നമ്മൾ ഓട്ടോയിൽ പോവാണ്. നമ്മള് വീട്ടിൻ്റെ അവിടെ നിന്ന് തിരുമല ബസ് ഇറങ്ങി, തിരുമലയിൽ നിന്ന് തമ്പാനൂർ ബസ് ഇറങ്ങി, തമ്പാനൂർ അടുത്ത ഓട്ടോ ഇരിക്കുകയാണ്. ഇവരൊക്കെ പറ ഇന്ന് പോയിട്ട് ഞാൻ പ്ലാസ്റ്റർ ഇളക്കുന്നത്. OP ടിക്കറ്റ് നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വലിയൊരു കാര്യം പറയട്ടെ, OP ടിക്കറ്റ് 10 to 11 സമയത്തിനാണ് എടുത്തേക്കണം. ഇപ്പൊ തന്നെ സമയം 10:45 കഴിഞ്ഞു. പോകുമ്പോൾ തിരക്ക് കാണും, ശനിയാഴ്ച കൂടെയാണ്. നമ്മൾ ഓൺലൈനായിട്ട് OP എടുത്താലും അല്ലാണ്ട് നോർമലി അവിടെ പോയി OP എടുത്താലും എങ്ങനെ എടുത്താലും നമ്മൾ ക്യൂവിൽ നിൽക്കണം. ഞാൻ വിചാരിച്ച് ആദ്യം ഫസ്റ്റ് ഞാൻ എടുത്ത സമയത്ത് ഞാൻ കരുതി ഓൺലൈനായിട്ട് OP എടുക്കുമ്പോൾ പ്രത്യേകം ആ ഒരു OP സെക്ഷൻ കാണും, അങ്ങനെയായിരുന്നു വിചാരിച്ചിടുന്നത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. നോർമലി സാധാ OP എടുക്കുന്നത് എങ്ങനെയാണ് ക്യൂവിൽ നിൽക്കുന്നത് എങ്ങനെയാണോ അതേ പാടെ തന്നെയാണ്. നമുക്ക് ഇന്ന് കാലിൽ നടക്കാനാണെന്ന് വിശ്വാസം. നടക്കാനൊക്കെ പറ്റുന്നുണ്ട്, പിന്നെ കിടക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. അതിൻ്റെ അമ്മ അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ജനറൽ ഹോസ്പിറ്റലിലാണ് ഗൈസ്. എൻ്റെ കാല് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് പ്ലാസ്റ്റർ ഇളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അമ്മയും അമ്മൂമ്മയും കാണിച്ചു. അവർക്ക് ഇത് എന്തോ എക്സ്റേ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ എക്സ്റേ എടുക്കാൻ വന്നിരിക്കുകയാണ്. ഇപ്പം സമയം വന്നിട്ട് 1 മണി കഴിഞ്ഞ്. ഇതുവരെയായിട്ട് ഹോസ്പിറ്റലിൽ ഇറങ്ങിയില്ല ഗൈസ്. എൻ്റെ കാലിൻ്റെ ബാൻഡേജ് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പം പ്ലാസ്റ്റർ മാറ്റി ഇപ്പം ബാൻഡേജ് ഇട്ട് ഗൈസ്. അപ്പം അടുത്ത വെനസ്ഡേ വന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത് വീണ്ടും പറഞ്ഞേക്കണേ. എന്താവും എനിക്ക് നടക്കാനൊക്കെ പറ്റുള്ളൂ. പിന്നെ മുറിവുണ്ടായിരുന്നു, മുറിവ് ഇതുവരെയായിട്ട് ഉണങ്ങിയില്ല. ബ്ലഡ് വന്നു പ്ലാസ്റ്റർ ഇളക്കിയ സമയത്ത്. ഇതുവരെ ഇറങ്ങിയില്ല ഗൈസ്. ഇനി നല്ലോണം വെച്ചിട്ട് ഇനി വീട്ടിൽ പോയിട്ടാണ് കഴിക്കാൻ. അമ്മമ്മയുടെ കൈ കാണിച്ച്, അമ്മയുടെ കൈ കാണിച്ച്, എല്ലാവരെയും കാണിച്ചു ഗൈസ്. ഇനി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എഴുതി തന്ന ഡോക്ടർ, അതിന് തിങ്കളാഴ്ച അതും കൊണ്ടിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന അവിടെ പോകണം. ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഞാൻ ജോലിക്ക് തിരിച്ചു പോകണം ഗൈസ്. സോ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് വീട്ടിൽ പോകണം, ഫുഡ് കഴിക്കണം. അത്ര ഉള്ളൂ ഗൈസ്. ഇതുവരെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയില്ല, ഇവിടെ ഇരിക്കുന്നേ ഉള്ളൂ. ഉച്ച സമയമാണ് ഗൈസ്. ഡോക്ടറിന് ഫുഡ് കഴിക്കാനുള്ള സമയമായി. എല്ലാവരും പോയി.
പേഷ്യൻസ് ഇപ്പം ഇവിടെ ഞാൻ വന്ന സമയത്തുള്ള തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, തിരക്കൊക്കെ കുറഞ്ഞു. ഇപ്പൊ ഗൈസ് നമ്മളിവിടെ നിന്ന് ഇറങ്ങിയാണ്. അമ്മയുടെ കയ്യിൽ നീ ക്യാപ് അല്ലേ സംഭവത്തിന് പേരാണ് ഗൈസ്, ആ സാധനം ഇട്ടിട്ടുണ്ട്. കണ്ട ഗൈസ് എൻ്റെ ഉണ്ട്, കണ്ട ഗൈസ് അമ്മയുടെ കൈ കാണിച്ചോട്, കൈ കണ്ട ക്ലാസ് അല്ല ഈ സംഭവം ഇട്ടിട്ടുണ്ട്. ഇപ്പൊ ഗൈസ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഗൈസ്, ഇത്രയും നേരം കൊണ്ട് ഇപ്പോഴാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയത്. അമ്മയുടെ ബാഗ് എൻ്റെ ബാഗും എല്ലാം കൂടെ ഒരു ആക്രി പിള്ളേരെ പോലെ എല്ലാം എൻ്റെ കയ്യിലാണ്. അപ്പം നമ്മൾ എല്ലാവരും കൂടിയിട്ട് ഇപ്പോൾ പുറത്തിറങ്ങി ഗൈസ്. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട്, എവിടെയെങ്കിലും ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കണം ഗൈസ്. നമ്മളിപ്പോൾ ഒരു ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കയറിയിട്ടുണ്ട്. ചെന്നൈ ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ളൊരു ഹോട്ടലിൽ തന്നെയാണ് ഇവിടെ ഊണുകളുണ്ട്. ഞാൻ അമ്മ ടേസ്റ്റ് നമ്മൾ നേരെ വീട്ടിൽ പോകും. പിന്നെയും ഞാൻ പറയുന്നത് തിങ്കളാഴ്ച എനിക്ക് ജോലിക്ക് ഇറങ്ങുന്നത്. ഈ വീഡിയോ ഒക്കെ സാറ് കാണുന്നുണ്ടെങ്കിൽ സാറ് ഒന്ന് പറയുന്നത്. ഇതാണ് ഗൈസ് ഇന്നത്തെ ഊണിൻ്റെ എല്ലാ കറിയുണ്ട്. ഇവിടെ അമ്മയ്ക്ക് കൈവയ്യാത്ത സ്പൂൺ വെച്ചാണ് കഴിക്കുന്നത്. അമ്മൂമ്മ പരിപ്പും പപ്പടം എല്ലാം ഉണ്ട്. ഇപ്പോൾ ഗൈസ് നമ്മളിവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. അമ്മ ഇപ്പം വീണാണ്. ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി ഗൈസ്. ഇനി നേരെ ബസ്സിലേക്ക് കയറാൻ പോവാണ്. ഇവിടെയാണ് ക്യാമറ. ഗൈസ് നമ്മളിതാ തമ്പാനൂരിൽ നിന്ന് ബസ് കയറി ഗൈസ്. ഇതൊക്കെ പറ നമ്മള് മുട്ടായി അമ്മ മുട്ടായി കഴിക്കും ഗൈസ്. തമ്പാനൂർ ബസ് കയറി നേരെ വീട്ടിലവിടെ നടന്നു പോകും ഗൈസ്. അമ്മ ഫ്രണ്ടിലിരിക്കുന്നു ഗൈസ്. ഗൈസ് അപ്പം വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഞാനും അമ്മയും കൂടെ എൻ്റെ ഒരു കൊറിയർ വരും ഗൈസ്. കൊറിയറിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എൻ്റെ ഒരു കൊറിയർ വേഗം കുറച്ചാണ് ഗൈസ്. ഞാനൊരു സാധനം വാങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. ഗൈസ് ഇവളുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇരുന്ന് ഓൺലൈനിൽ പിന്നെ ഓരോന്ന് പർച്ചേസ് ചെയ്യുന്ന ഇവളുടെ ജോലി. എനിക്കൊന്നും വാങ്ങി തരൂല. എന്റെ മൂത്ത മോളാണല്ല വാങ്ങിച്ചു തരുന്നത്. ഇവർ തൂക്കിക്കുന്ന ബാഗ് ഏതോ നിങ്ങൾ കമന്റ് ഇടണം ഗൈസ്. നിങ്ങൾ എൻ്റെ ഷോർട്ട് വീഡിയോ കണ്ടിട്ട് നിങ്ങൾ കമന്റ് ഇടണം. ഇവർ ഈ തൂക്കിക്കണ ബാഗ് ഇതൊക്കെ ഈ ബാഗ് ഏതാണ് നിങ്ങൾ കമന്റ്. ബ്ലാക്കാ നീലയാ എനിക്കറിയണ്ട ഗൈസ്. ഞാൻ വാങ്ങിച്ചു കൊടുത്ത ബാഗ് ഗൈസ്. നോക്കൂ, നിങ്ങൾ നോക്കൂ ഗൈസ്. ഇവർക്ക് ഞാൻ വാങ്ങിച്ചു കൊടുത്ത ബാഗ് ഇത് ഗൈസ്. ഇപ്പം വരാൻ പോണത് എൻ്റെ ഒരു കൊറിയറാണ് ഗൈസ്. എൻ്റെ കൊറിയർ വരുന്നുണ്ട്. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാൻ എന്താ വീട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് മുമ്പ് വീടെത്തും. പിന്നെ എന്താ അപ്പം എൻ്റെ ഹോസ്പിറ്റൽ ഇനി ബുധനാഴ്ച ഹോസ്പിറ്റലിൽ വരാൻ വേണ്ടിയിട്ടാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. കുറച്ച് ടാബ്ലറ്റ്സും കാലിൽ ബാൻഡേഡൊക്കെ ചുറ്റിയിട്ടുണ്ട് ഗൈസ്. അമ്മയുടെ കയ്യിൽ എന്തൊക്കെയോ ഒരു സംഭവം ഇട്ടിട്ടുണ്ട്, ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ അത്. അപ്പം എനിക്ക് ബുധനാഴ്ചയാണ് അടുത്ത് ചെല്ലാൻ പറഞ്ഞേക്കുന്നത്. ബുധനാഴ്ച കാണിക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് കണ്ട ഡോക്ടറെ തന്നെ കാണിക്കണമെന്നാണ് പറഞ്ഞേക്കണം. അപ്പം കുറച്ച് ടാബ്ലറ്റ്സ് ഒക്കെ തന്നിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാൻ എപ്പോഴും പറയുമ്പോൾ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.